സർവധർമ്മ പ്രാർത്ഥന. ഓം തത്സത് ശ്രീനാരായണതു പുരുഷോത്തമഗുരുതു സിദ്ധബുദ്ധതു സന്തവിനായക സവിധാപാവകതു ബ്രഹ്മമസ്തു യഹോവശക്തിതു യേശു പിതാ പ്രഭുതു രുദ്രവിഷ്ണുതു രാമകൃഷ്ണതു റഹീമതാവോതു വാസുദേവഗോ വിശ്വരൂപിതു ചിദാനന്ദഹരിതു അദ്വിതീയതു അകാലനിർഭയൻ ആത്മലിംഗ ശിവതു. ഓം തത്സത് ശ്രീ നാരായണതു പുരുഷോത്തമഗുരുതു. അടുത്തതായി സർവധർമ്മ സംഘ ഗാനമാണ്. പാടുന്നത് എല്ലാവരും ഏറ്റുപാടണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. Now we are going for the Sangha Gan. Please, everyone should sing along. Sri Balavira Hari will be singing it and we should all follow him. Thank you. പോകയാം ഞങ്ങൾ പോകയാം ഞങ്ങൾ ലോകശാന്തി വളർത്തുവാൻ. പോകയാം ഞങ്ങൾ ലോകസേവന ദീപനാളമുയർത്തുവാൻ. സത്യഭാവന പൂവിടർത്തിയ ബുദ്ധദേവന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി ക്രൂശിലേറിയ ക്രിസ്തുനാഥന്റെ പന്ഥാവിൽ സർവസാഹോദര്യത്തിനായി നബി ഭവ്യമാക്കിയ പാതയിൽ ഗാന്ധിയും ശ്രീവിനോബയും തീർത്ത ശാന്തി തൻ യുഗവിധിയിൽ പാർട്ടി ജാതി മതങ്ങൾ നിർമ്മിക്കും കോട്ടകൾക്കുമതീതമായി വിശ്വസൗഹൃദം വീണമീട്ടുമീ ശബ്ദവൈഖരി ജയ ജഗ ശബ്ദവൈഖരി ജയ ജഗ
ശബ്ദവൈഖരി ജയ് ജഗ ജയ് ജഗത്. താങ്ക് യു. Now I invite the General Secretary of Bharat Sevak Samaj, Srimati Jaya Sri Kumar, for the welcome speech. A very good morning to all of you. With great pleasure, I am standing before you on the 73rd Foundation Day of Bharat Sevak Samaj. We are celebrating the 73rd Foundation Day along with the National Conference today. Our program is being inaugurated by world famous cinematographer Sri Adur Gopala, Padma Vibhushan Adur Gopalakrishnan sir. As you all know, Bharat Sevak Samajine പറ്റി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ ഭാരത് സേവക് സമാജിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രവർത്തകരാണ്. ഭാരത് സേവക് സമാജ് 1952 രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ്. പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി പ്ലാനിംഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. ഇന്ന് 73ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരത് സേവക് സമാജ് എത്തിപ്പെട്ട തലങ്ങൾ വളരെ വളരെ വ്യത്യസ്തവും വിപുലവുമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകർ, അതുപോലെ ഇത് സ്ഥാപിച്ച ഫൗണ്ടർ ലീഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളായ മഹത് വ്യക്തികളായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദ, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ രാഷ്ട്ര പ്രവർത്തകരും, രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ വിഭാവനം ചെയ്ത എല്ലാ പ്രവർത്തികളും ഭാരത് സേവക് സമാജിന് ഒരു പരിധിവരെ ഇന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാം. 1952 മുതൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരത് സേവക് സമാജ് എത്തിപ്പെടാത്ത മേഖലകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഏത് മേഖലകൾ എടുത്താലും ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനം അവിടെയെല്ലാം അങ്ങേയറ്റം നല്ലൊരു കയ്യൊപ്പോടുകൂടി ഇന്ന് നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഈ ഭാരത് സേവക് സമാജിൻ്റെ ഈ പ്രവർത്തകർക്കെല്ലാം തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. ഇതെല്ലാവരും ഈ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയവ്യാപകമായിട്ടുള്ള പ്രവർത്തകർ, അതായത് വോളണ്ടറി പ്രവർത്തനം നടത്തുന്ന നിങ്ങളെല്ലാവരും തന്നെ ചേർന്നാണ് ഭാരത് സേവക് സമാജിനെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നെന്നുള്ളത് അങ്ങേയറ്റം അഭിമാനവും അതുപോലെ തന്നെ സന്തോഷമായ കാര്യമാണ്. ഇവിടെ എത്തിച്ചേർന്നവരെല്ലാവരും തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരത് സേവക് സമാജിനോടുള്ള കമ്മിറ്റ്മെൻറ്റും അതുപോലെ അതിൽ ആ പ്രവർത്തനങ്ങളോടുള്ള ആത്മാർത്ഥ്യം കൊണ്ടാണ് ഇത്രയും നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ അങ്ങേയറ്റം സന്തോഷം ഭാരത് സേവക് സമാജ് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനകീയ പങ്കാളിത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതായിരുന്നു ഭാരത് സേവക് സമാജ് രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ആദ്യകാല പ്രവർത്തകരുടെ ലക്ഷ്യം തന്നെ. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിർമ്മാണ പ്രക്രിയ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഭാരത് സേവക് സമാജ് പങ്കെടുത്തിട്ടുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ വസ്തുതയാണ്. പറയുമ്പോൾ ഈ നിൽക്കുന്ന ടാഗോർ തിയേറ്ററിൽ പോലും പണിയുന്നാൽ ഭാരത് സേവക് സമാജ് പങ്കുവച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ 73ാം വാർഷിക സമ്മേളനം നടത്തുന്നത്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷനോടുകൂടി, ജനകീയ പങ്കാളിത്തത്തോടു കൂടി ധാരാളം പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലും രാജ്യത്തെമ്പാടും ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർ എത്തിപ്പെടുന്ന മേഖലകൾ വളരെ വളരെ വലുതാണ്. അത് സ്കിൽ എഡ്യൂക്കേഷൻ രംഗത്തായാലും, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തായാലും, മാനേജ്മെൻറ്റ് ട്രെയിനിങ് രംഗത്തായാലും, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ രംഗത്തായാലും, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകളുടെ രംഗത്തായാലും, റിന്യൂവബിൾ എനർജി സോഴ്സിൻ്റെ രംഗത്തായാലും, ഏത് മേഖലയിലായാലും ഇന്ന് ഭാരത് സേവക് സമാജ് കൈവെക്കുക എന്നുള്ളതല്ല, ഭാരത് സേവക് സമാജ് അവിടെയെല്ലാം ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. നമ്മുടെ സ്കിൽ എഡ്യൂക്കേഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യകാല സ്കിൽ എഡ്യൂക്കേഷനിൽ നിന്ന് മാറി നമ്മുടെ പുരോഗതി ധാരാളം മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ പ്രൈം മിനിസ്റ്ററും അംഗീകരിച്ചിട്ടുള്ള സ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് എന്ന പ്രോഗ്രാം ഒരു മിനിസ്ട്രി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തു വരികയാണ്. ആ മിനിസ്ട്രിയുടെ കീഴിലുള്ള ധാരാളം പ്രോഗ്രാമാണ് ഭാരത് സേവക് സമാജ് ഏറ്റെടുത്ത് നടത്തുന്നത്.
ഭാരതീയ സമാജിൻ്റെ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ അത് മാറി വന്നിരിക്കുകയാണ്. നമുക്ക് NSDC ആയിട്ടും നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ടും കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങുമായിട്ടും അതുപോലെ തന്നെ വേൾഡ് സ്കിൽ കൗൺസിലുമായിട്ടും എല്ലാം തന്നെ ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ട്രെയിനിങ് സെൻറ്ററുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ജോലി കിട്ടാതിരിക്കുന്നില്ല. എല്ലാ കുട്ടികളും ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനത്തിൽ കൂടി നാടിൻ്റെ എമ്പാടും ഭാഗങ്ങളിൽ ജോലിക്ക് കയറുകയും അവരെല്ലാം തന്നെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭാരതീയ സമാജിൻ്റെ സ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി രംഗവും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗവും വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അതുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ഭാരതീയ സമാജിൻ്റെ മോഡേണൈസേഷൻ പ്രോഗ്രാം നടക്കുന്നത്. ഭാരതീയ സമാജിൻ്റെ സിലബസും അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും വളരെ ശക്തമായി മുമ്പോട്ട് വരികയാണ്. ഈ ഇന്നത്തെ 73rd ഫൗണ്ടേഷൻ ഡേയിൽ നമുക്ക് പുതുതായിട്ട് മുമ്പോട്ട് വെക്കാനുള്ള അജണ്ടകളാണ് ഇതെല്ലാം തന്നെ. നമ്മുടെ സ്കിൽ എഡ്യൂക്കേഷൻ ഏതൊരു മാനവും നോക്കി പോവുക, ഏതൊരു ലെവലിലും എത്തുക എന്നുള്ളതാണ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ പ്രധാന അജണ്ടകളിലൊന്ന് തന്നെ. ഭാരതീയ സമാജിൻ്റെ സ്കിൽ എഡ്യൂക്കേഷൻ എവിടെ പോയാലും ഏത് കുട്ടികൾക്ക് ലോകത്തിൻ്റെ എവിടെ പോയാലും ജോലി കിട്ടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അത് മോഡേണൈസ് ചെയ്ത് വരുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രധാന അജണ്ടകളിലൊന്ന് തന്നെ ഭാരതീയ സമാജിൻ്റെ സ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ മോഡേണൈസേഷനാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളാൽ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഭാരതീയ സമാജ് ഏറ്റെടുത്ത് നടത്തുന്നത് നമുക്ക് ഏവർക്കും അറിയാം. പരിസ്ഥിതി സംബന്ധിച്ച് നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരതീയ സമാജ് നടത്തി വരുന്നത്. അത് ക്ഷേമരാഷ്ട്രം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനങ്ങൾ നാനാദിക്കിൽ വളരെ നല്ല രീതിയിൽ നടത്തുന്നു എന്നുള്ളത് നിങ്ങളെ ഇവരെ പോലെ ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിൽ പങ്കാളികളായവരാണ് ഇവിടെ എല്ലാം എത്തിയിരിക്കുന്നത്. എല്ലാ ദേശത്തു നിന്നും എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല എന്ന് നമുക്കറിയാം. എത്തിയവരെല്ലാം തന്നെ ഭാരതീയ സമാജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികളാണ്. അതുപോലെ ഭാരതീയ സമാജിൻ്റെ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, അതുപോലെ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, അങ്ങനെ ഇതെല്ലാം ധാരാളം പ്രോഗ്രാമുകളിൽ ബന്ധപ്പെട്ട വ്യക്തികളാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഭാരതീയ സമാജ് എങ്ങനെയായോ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ അത് ബാലേന്ദ്രൻ സാറിൻ്റെ കഴിവ് തന്നെയാണ് നമുക്ക് ഏവർക്കും അറിയാം. ഭാരതീയ സമാജിൻ്റെ ദേശീയ തലത്തിൽ ഇത്രയും വലിയ പ്രോഗ്രാമുകൾ കണ്ടെത്തുക എന്നുള്ളതും അത് നമ്മളിൽ കൂടെ നടപ്പിലാക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട തന്നെയാണ്. ആ അജണ്ടയിൽ നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി ഈ പ്രവർത്തനം ഇത്രയും ഭംഗിയായി നടത്താൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദേശീയ ലെവലിലേക്ക് ദേശീയ ചെയർമാൻ എന്ന നിലയിൽ BS ബാലേന്ദ്രൻ സാർ മാറപ്പെട്ടതും. നമുക്കറിയാം ആദ്യകാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദയും അങ്ങനെയുള്ള മഹാരഥന്മാർ വഹിച്ചിരുന്ന ആ പൊസിഷനിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ BS ബാലേന്ദ്രൻ സാർ എത്തിപ്പെട്ടിട്ടുള്ളത്. ഭാരതീയ സമാജിൻ്റെ ഏത് പ്രവർത്തനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം തന്നെ വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാമെന്നറിയാം. എന്ത് പ്രവർത്തനം എവിടെ ഏറ്റെടുത്ത് നടത്തട്ടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വിശാലമായ ക്യാൻവാസാണ് നമുക്ക് തുറന്നിട്ട് തരുന്നത് അദ്ദേഹം. ഏത് രീതിയിലും പ്രോഗ്രാമുകൾ നടത്തി നാടിൻ്റെ നന്മയ്ക്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നുള്ളൊരു വിശാലമായ ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് ഭാരതീയ സമാജിൻ്റെ പ്രവർത്തകരെ ഇത്രയും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചെയർമാൻ വേറെ എവിടെയും കാണില്ല. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ നമുക്ക് അധ്യക്ഷം വഹിക്കുന്നത്. ഭാരതീയ സമാജിൽ വരുന്നവരാരും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമുക്ക് ഇത്രയും നല്ലത് അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഏത് ചെറിയ പ്രോഗ്രാമുമായിട്ട് വന്നവരെ പോലും ഇന്ന് വലിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നവരാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആ ഭാരതീയ സമാജിനുള്ള കമ്മിറ്റ്മെൻറ്റും അതുപോലെ നമ്മളെല്ലാവരും നാടിൻ്റെ നല്ല വക്താക്കളായി മാറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മളെ ഇത്രയും കാലം നയിച്ചു വന്ന ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ഫൗണ്ടേഷൻ്റെ സന്ദേശം നൽകുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ MM ഹസൻ സാറാണ്. അദ്ദേഹം ആരാണെന്ന് ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അതിലുപരിയായി അദ്ദേഹം ഇന്ന് BSSൻ്റെ സെൻട്രൽ ബോർഡിൻ്റെ മെമ്പറാണ്. അദ്ദേഹം ആദ്യകാലം മുതൽ BSSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുകയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ സെൻട്രൽ ബോർഡിൻ്റെ അംഗം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക പദവിയിലെത്തിയപ്പോൾ അദ്ദേഹം ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ അധികമാണ്. ധാരാളം പ്രവർത്തനങ്ങളുമായി BSS ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാം മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ സന്ദേശം നൽകുന്നത്. അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം.
ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ, നമ്മുടെ മലയാള സിനിമയെ ലോകത്തെമ്പാടും ഉയർത്തി ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ കൊണ്ടെത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ബാക്കി സാംസ്കാരിക പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്കും അദ്ദേഹം എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാകും. അദ്ദേഹം ഭാരതീയ സമാജിൻ്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു എന്നത് VSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് ഇന്നിവിടെ എത്തിച്ചേർന്ന് ഈ ചടങ്ങ് ധന്യമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ഈ ചടങ്ങ് സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഭാരതീയ സമാജ് അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ സമാജിൻ്റെ നാഷണൽ അജണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 4 നാഷണൽ അജണ്ടയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആ അജണ്ട ഒരു പുസ്തക രൂപത്തിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ അജണ്ടയിൽ ഭാരതീയ സമാജിൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ബാഗിൽ അതുണ്ടാവും. അതിൻ്റെ ഭാരതീയ സമാജിൻ്റെ വിവിധങ്ങളായ പുരോഗമന ആശയങ്ങളാണ് അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ പുസ്തകം അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിലീസ് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുൻ യൂണിയൻ മിനിസ്റ്റർ ശ്രീ V. മുരളീധരൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം, വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ മന്ത്രിയായിരുന്നപ്പോഴും രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോഴും എല്ലാം കേരളത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുകയും വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ സമാജിൻ്റെ നാഷണൽ അജണ്ട ഇന്ന് ഏറ്റുവാങ്ങുന്നത് നമുക്ക് അവർക്ക് പ്രിയങ്കരനായ മുൻ മന്ത്രിയും മുൻ കേരള നിയമസഭയുടെ സ്പീക്കറുമായ ശ്രീ M. വിജയകുമാർ സാറാണ്. അദ്ദേഹത്തെയും നമുക്കറിയാം, ഭാരതീയ സമാജിൻ്റെ ആദ്യകാല പ്രവർത്തനം മുതൽ ഭാരതീയ സമാജുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഏത് വിശേഷ അവസരങ്ങളിലും അദ്ദേഹത്തെ നമുക്ക് എപ്പോൾ ചെന്നാലും എന്ത് കാര്യത്തിനും നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ സമീപിക്കാവുന്ന നേതാവാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കീനോട്ട് അഡ്രസ്സ് നടത്തുന്നത് ഡോക്ടർ ഡാർലി ഉമ്മൻ കോശി സാറാണ്. അദ്ദേഹം പറയുവാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്, ഈ സ്ഥാപനങ്ങൾ വാനോളം ഉയർത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 40 കൊല്ലത്തോളമുള്ള ഡിസൈനിങ് മേഖലയിലെ അനുഭവങ്ങളാണ് ഭാരതീയ സമാജിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഭാരതീയ സമാജിൻ്റെ ചീഫ് മെൻറ്ററായിട്ട് ഏകദേശം 3 കൊല്ലമാകുന്നു. അദ്ദേഹം വന്നതോടുകൂടി ഭാരതീയ സമാജിൻ്റെ കാഴ്ചപ്പാടുകളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് അങ്ങേറ്റം സത്യമായ വസ്തുതയാണ്. ഭാരതീയ സമാജുമായി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലത്ത് ഭാരതീയ സമാജ് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ട്രഷറർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠനാണ്. മഞ്ജു ശ്രീകണ്ഠനെ പറയുമ്പോൾ നമുക്കെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചിതയാണ് മഞ്ജു, അല്ലേ? മഞ്ജു എന്ന് പറയുമ്പോൾ ഭാരതീയ സമാജിൻ്റെ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ നട്ടെല്ല് തന്നെയാണ്, സ്കിൽ എഡ്യൂക്കേഷൻ്റെ നട്ടെല്ലാണ് മഞ്ജു എന്ന് പറയുന്നത്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭാരതീയ സമാജ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഒന്നിച്ചാണ് ഭാരതീയ സമാജ്. ഇവിടെ നിങ്ങൾ ഞങ്ങൾ എന്ന വേർകൃത്യമില്ല. നമ്മളെല്ലാവരും തന്നെ ഭാരതീയ സമാജാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു പോയാൽ മാത്രമേ ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്ര ദേശവ്യാപകമായി, ഒരുപക്ഷെ ദേശത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്ക് പോലും പ്രവർത്തനങ്ങൾ നീളുന്നത് നമ്മൾ ഓരോരുത്തരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഭാരതീയ സമാജിൻ്റെ ഈ സമ്മേളനത്തിലൂടെ എത്തിച്ചേർന്ന് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ഭാരതീയ സമാജത്തിൻ്റെ 73ാമത് ജന്മദിനവും വാർഷികവുമാണെന്ന്. Many delegates from outside Kerala is also attending here, but the majority are from Kerala.
That's why I wish to speak in Malayalam. Thus, the other matter will be translated to them, those who are attending from outside of Kerala, will be done. ഭാരതീയ സമാജം ഏറ്റെടുക്കുന്ന നിരവധിയായ പരിപാടികളെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയശ്രീമാരോട് വ്യക്തമാക്കുകയുണ്ടായി. രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി, രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിതമായ ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ സമാജ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രതിനിധിയും അവർ അവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അധ്വാനഫലമായി, നമ്മുടെ കർമ്മഫലമായി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാനായി ഒരു കൈ സഹായം എന്ന നിലയിലുള്ള സന്ദേശമാണ് ഭാരതീയ സമാജ് ഏറ്റെടുത്തിരിക്കുന്നത്, നടപ്പിലാക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വികസന പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാനൊരു ബഹുജന പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യത ദേശീയ ആസൂത്രണ കമ്മീഷൻ ശുപാർശ ചെയ്തപ്പോൾ 1905 ഗോപാൽകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തെ പുനർനാമകരണം ചെയ്തുകൊണ്ട് സർവൻസ് സേവക് സൊസൈറ്റി സമാജ് ഇന്ത്യ ഭാരത്, അങ്ങനെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ പുനർനാമകരണം ചെയ്തുകൊണ്ട് ആണ് 1952 ഭാരതീയ സമാജ് രാജ്യത്ത് നിലവിൽ വന്നത്. പക്ഷെ നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ഗോപാൽകൃഷ്ണ ഗോഖലെയുടെ പേര് പരാമർശിക്കാതെ പോകാനാകില്ല. സ്ഥാപക പ്രസിഡന്റായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയാലും സ്ഥാപക ചെയർമാനായ ഗുരുസാൽ നന്ദ ആയാലും സംസാരിക്കുമ്പോൾ ഗോപാൽകൃഷ്ണ ഗോഖലെയെ പരാമർശിക്കാതെ മുന്നോട്ട് പോകാറില്ല. അതിപ്പോഴും നാം തുടരുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ദേശീയ സ്വാതന്ത്ര്യ സമരവും നിർമ്മാണ പ്രവർത്തനവും ഒന്നിച്ച് കൊണ്ടുപോകുവാൻ ജനങ്ങളെ തയ്യാറാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ആ ആശയമാണ് ഭാരതീയ സമാജ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതവും ഒക്കെ തന്നെ രാജ്യത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയും പ്രവൃത്തിയുമാണ്. രാജ്യത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. രാജ്യത്തെ സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഭാരതീയ സമാജം കാലാകാലങ്ങളിൽ വിവിധ പദ്ധതി പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാറുണ്ട്. സർക്കാർ ആവിഷ്കരിക്കുന്ന കർമ്മപരിപാടികളിൽ മാത്രമല്ല, സ്വയം സന്നദ്ധമായും ഭാരതീയ സമാജ് വിവിധ പരിപാടികളിൽ മുഴുകി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ അജണ്ടകളിലൊന്നായ സ്കിൽ ഇന്ത്യ എന്ന ദൗത്യം ഭാരതീയ സമാജ് വളരെ ഗൗരവപൂർവ്വം ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ ആളുകളും ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ പരിശീലനം നേടിയവരായി മാറണം, തൊഴിലറിവുള്ളവരായി മാറണം എന്ന കാഴ്ചപ്പാട്. അൺസ്കിൽഡിൽ നിന്ന് സ്കിൽഡിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എല്ലാ വ്യക്തികളും ഏതെങ്കിലും തൊഴിലറിയുന്നവരായി മാറണമെന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കിൽ ഇന്ത്യ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ സ്കിൽ ഇന്ത്യ പ്രോഗ്രാം നമ്മുടെ ജീവശ്വാസമായി ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ സമാജ് വർഷങ്ങളായി നടത്തിവരുന്ന തൊഴിൽ വിദ്യാഭ്യാസ വ്യാപന പരിപാടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർക്കുകയാണ്. 1988 ഞാൻ കേരളത്തിലെ ഭാരതീയ സമാജത്തിൽ സെക്രട്ടറിയായി വരുന്നത്. അന്ന് ഗുരുസാൽ നന്ദ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ അവിടെ ചെന്നു.
സംസാരത്തിനിടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രായമായ ആളല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് വിചാരിച്ചു. നോ, ഐ ആം ദ സെക്രട്ടറി ഓഫ് കേരള പ്രദേശ് ഭാരതീയ സമാജ്. യെസ്, ദാറ്റ് ഐ നോ. വാട്ട് ആർ യു ഡൂയിങ്? അപ്പോൾ എനിക്കത് മനസ്സിലായി. വാട്ട് ആർ യു ഡൂയിങ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പം ഞാനിങ്ങനെ സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിലിങ്ങനെ കടന്നു വന്നു. അത് അങ്ങനെ വല്ലതുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ അഭിഭാഷകനാണോ എന്ന്, ഏത് ജോലി ചെയ്യുന്നു, എന്ത് ജോലി അറിയാം, വാട്ട് ഡു യു നോ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കറിയാവുന്ന ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് പുസ്തക പ്രസിദ്ധീകരണ മേഖലയാണ്, പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് രംഗം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഐ ആം സ്പെഷ്യലി ഫോക്കസിങ് ഓൺ ദറ്റ് പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് ഏരിയ ആൻഡ് ഐ എം പബ്ലിഷിംഗ് ബുക്സ് ആൻഡ് എവറിത്തിങ്സ്. വെരി ഗുഡ്, വെരി ഗുഡ് എന്ന് പറഞ്ഞു. എല്ലാ വ്യക്തികളും എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന്. പൊളിറ്റീഷ്യൻസ് എന്താ പണി? രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർക്ക് എന്താ തൊഴിൽ? പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഗുൽസാൻ നന്ദയുടെ ഫോക്കസ്, ഭാരതീയ സമാജത്തിൻ്റെ ഫോക്കസ് തൊഴിൽ ചെയ്യണം, അവരവർക്ക് വേണ്ടുന്നതായ ഏണിങ്സ് അവരവർ പണിയെടുത്തുണ്ടാക്കണം എന്നുള്ളതാണ്. ആ സന്ദേശം ലോകത്തെമ്പാടുമുള്ള പരിഷ്കൃത സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. വെറുതെ സമയം കളയുകയില്ല. അവർ അവരുടേതായ കർമ്മമണ്ഡലങ്ങളിൽ പണിയെടുത്തുകൊണ്ട് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജപ്പാനിലും ചൈനയിലുമൊക്കെ 100, 105, 110 വയസ്സായ ആളുകൾ വരെ പണിയെടുക്കുന്നു. 110 വയസ്സായ ഒരാൾ ഒരു കാർപ്പറ്റ് തന്നെത്താനെ ഉണ്ടാക്കിയാൽ, ഞാനത് എൻ്റെ രാജ്യത്തിനുണ്ടാക്കിയ അധിക ഉൽപ്പന്നമാണ് എന്ന് അഭിമാന ബോധത്തോടുകൂടി പറയുന്ന ചൈനക്കാരനെ കാണാൻ പറ്റും, ജപ്പാൻകാരനെ കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ ചിന്തിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളെ കുറിച്ചാണ്, നമ്മുടെ ഇവിടെ റിട്ടയർമെൻറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 40 വയസ്സ് കഴിയുമ്പോഴേ റിട്ടയർമെൻറ്റ് എന്ന മാനസികാവസ്ഥയിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്ന ഏതോ കാലത്തെ പ്രാകൃതമായ ചിന്തയിലാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു വ്യക്തി 55, 60, 65 വയസ്സാകുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനം സജ്ജമാകുന്നത്. അവരുടെ സേവനം സമൂഹത്തിന് ഉപയോഗിക്കാതെ തള്ളിക്കളയുന്ന പ്രാകൃതമായ രീതിയിലാണ് നാം ഇപ്പോഴും പോകുന്നത്. നാം ഓൾഡ് ഏജ് ഹോമുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വർക്ക് സ്റ്റേഷനുകളാണ് ഉണ്ടാകേണ്ടത് പ്രവർത്തിക്കുവാൻ. ഭാരതീയ സമാജ് ആഗ്രഹിക്കുന്നു, രാജ്യത്തെ നമുക്ക് ഏതാണ്ട് 10-15,000-ഓളം കേന്ദ്രങ്ങളുണ്ട്. ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ തൊഴിലറിവിൻ്റെ വിവിധങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് കൈമാറ്റം ചെയ്യുവാനുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭാരതീയ സമാജത്തിലെ ചീഫ് മെൻറ്റർ ഡോക്ടർ ഡാർലി മുൻകോശി ഉണ്ട്. അദ്ദേഹം സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച്, സ്കില്ലിംഗ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൻ്റെ ഡയറക്ടറായിരുന്നു, നിഫ്റ്റിൻ്റെ ഫൗണ്ടർ ചെയർമാനായിരുന്നു. അനേക ലക്ഷം ആളുകൾക്ക് തൊഴിൽ മേഖലയിൽ വഴി തുറന്നു കൊടുത്ത ആളാണ് ഡാർലി മുൻകോശി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതീയ സമാജ് ഭാരത് സ്കിൽ റിസർച്ച് ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ബാർസിക് എന്ന പേരിലൊരു പ്രസ്ഥാനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സെൻ്ററുകളെ വൈവിധ്യമാർന്ന തൊഴിൽ പരിശീലനത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവാക്കി മാറ്റുവാൻ, വിജ്ഞാന വ്യാപനത്തിൻ്റെ, ഏതൊരാൾക്കും ഏത് സമയത്തും വരാനും പഠിക്കാനും അറിവ് നേടുവാനും കഴിയുന്ന വൃത്തി കേന്ദ്രങ്ങളായി ഇത് മാറണമെന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളായി മാറണം എന്നുള്ളതാണ്. ഓരോ ദിവസവും എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വയം
ആത്മാഭിമാനത്തോട് ചോദിക്കുവാനും മറുപടി കണ്ടെത്തുവാനും കഴിയുന്ന ഒരു പ്രവർത്തന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് BSS ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്ദ്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഗാന്ധിഗ്രാമിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അവിടെ നിന്ന് ഡിപ്ലോമ ഇൻ റൂറൽ സയൻസിൽ അദ്ദേഹം ഒരു ഡിപ്ലോമ എടുത്തതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ മടങ്ങി വന്ന് ഭാരതീയ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തുടക്കം ഭാരതീയ സമാജത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹം ആണ് നമ്മുടെ ഈ 73ാമത് ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലും വലിയൊരു മനുഷ്യൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭാരതീയ സമാജത്തിൻ്റെ ഉദ്ഘാടകനായി ലഭിക്കാനില്ല എന്നുള്ളതുകൊണ്ടാണ് ഏറെ ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ നാം ഈ സമ്മേളനത്തിൽ ക്ഷണിച്ചതും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. കാരണം അദ്ദേഹം നമ്മുടെ കരുത്താണ്, നമ്മുടെ ബ്രാൻഡാണ്, നമ്മുടെ ഒരു ശക്തിയാണ്. പലരോടും പറയാറുണ്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഭാരതീയ സമാജത്തിൻ്റെ മുൻകാല പ്രവർത്തകനായിരുന്നു എന്ന് പറയുമ്പോൾ ആ പറയുന്നതിലുള്ള നമ്മുടെ ഒരു ശക്തിയുണ്ടല്ലോ, നമുക്കൊരു വല്ലാത്ത വൈബ്രേഷനാണ് പറയുമ്പോൾ. പ്രമുഖരായ പല വ്യക്തികളും BSSൻ്റെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. രാജ്യത്ത് ധാരാളം കേന്ദ്രമന്ത്രിമാർ, ധാരാളം MP മാർ, ധാരാളം മഹത് വ്യക്തികൾ, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, കാസ്റ്റ്, ക്രീഡ്, റിലിജിയൻ, ധാരാളം ആളുകൾ ഭാരതീയ സമാജം വഴി കടന്നുപോയിട്ടുണ്ട്. ആ ആളുകളെല്ലാം പകർന്നു നൽകിയ അറിവിൻ്റെ സമ്പാദനമാണ് ഇപ്പോൾ ഭാരതീയ സമാജം രാജ്യത്ത് ഒരു ശക്തി ചൈതന്യമായി നിൽക്കുവാനുള്ള അടിസ്ഥാനം എന്നത്. ഈ BSSൻ്റെ ഫൗണ്ടേഷൻ്റെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃത്യതയുള്ള ഒരു ഓർമ്മയായി നിലനിൽക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ചെന്നൈ സമ്മേളനത്തിൽ നാം ഡ്രാഫ്റ്റായി അംഗീകരിച്ച അജണ്ട, BSSൻ്റെ അജണ്ട കൃത്യമായ ഒരു പ്രോഗ്രാമായി ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. അഭിവന്ദ്യനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരനാണ് ആ അജണ്ട പ്രകാശനം ചെയ്തത്. അജണ്ട ഏറ്റുവാങ്ങുന്നതോ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ M വിജയകുമാർ. ഞാനെപ്പോഴും പറയാറുണ്ട്, M വിജയകുമാർ ഒന്നുമില്ലാത്ത കാലത്ത് ഭാരതീയ സമാജത്തിന്റെ ഒന്നുമില്ലാത്ത കാലത്ത് എന്നെ കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് ശ്രീ M വിജയകുമാർ. ഞാൻ പറയുന്നത് സാറിന്റെ കൈ തൊട്ടാൽ അതൊരു പൊന്നാണെന്ന് പറയും. അദ്ദേഹം BSSന്റെ ഗൗരവമുള്ള പല പരിപാടികളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ശ്രീ M വിജയകുമാറാണ് ഈ ദേശീയ അജണ്ട ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ രാജ്യത്തെ പൊതുപ്രസ്ഥാനങ്ങൾ ആ അജണ്ട ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അങ്ങനെയാണ് ഈ അജണ്ട ഇന്നിവിടെ പ്രകാശനം ചെയ്തത്. ഇന്നത്തെ ജന്മദിന സന്ദേശം നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ, എനിക്ക് മുമ്പേ തന്നെ ഭാരതീയ സമാജത്തിന്റെ ആക്ടിവിസ്റ്റായ കേരളത്തിന്റെ പൊതുപ്രവർത്തകരുടെ ഒരു മുഖമായ ശ്രീ M ഹസനാണ്. അദ്ദേഹം ജന്മദിന സന്ദേശം നൽകി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഏതാണ്ട് 150ഓളം ഡെലിഗേറ്റുകളുണ്ട്. ഇതിന് ശേഷം നടക്കുന്ന ആഫ്റ്റർ ദിസ് ഇനോഗ്രൽ സെഷൻ, ഹിയർ ഇസ് എ ടെക്നിക്കൽ സെഷൻ. വി ആർ പ്ലാനിങ് ടു പ്രിപ്പയർ എ detailed program for the Bharatiya Samaj extension activities. In that session, you people should participate and express your ideas and everything. ഇവിടെ വന്ന എല്ലാ ആൾക്കാരെയും ഒരിക്കൽ കൂടി ഭാരതീയ സമാജത്തിൻ്റെ പേരിൽ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്.
Thank you, sir. Now I invite a former minister, Government of Kerala, and a Central Board member of BSS, Sri M.M. Hassan sir, to deliver the message of this Foundation Day. ബഹുമാന്യനായ അധ്യക്ഷൻ BSSന്റെ നാഷണൽ ചെയർമാനും എൻ്റെ ആത്മമിത്രവുമായ ശ്രീ BS ബാലചന്ദ്രൻ, നമുക്കെല്ലാം അഭിമന്യനായ വിശ്വ പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്രകാരൻ ശ്രീ ബാലചന്ദ്രൻ പറഞ്ഞ BSSന് മാത്രമല്ല കേരളത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെയായ ശ്രീ M വിജയകുമാർ, ഭാരതസേവ സമാജത്തിൻ്റെ ചീഫ് മെൻറ്ററും എൻ്റെ പ്രിയ സുഹൃത്തുമായ ഡോക്ടർ ഡാർലി ഉമ്മൻകോശി, BSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ട്രഷറർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, പ്രിയമുള്ള BSSൻ്റെ പ്രവർത്തകരും BSSൻ്റെ സാരഥികളുമായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത് സേവ സമാജത്തിൻ്റെ ഫൗണ്ടർ ഡേ ആണ്. 73-ാം വാർഷികം, 72 വർഷം പിന്നിടുകയാണ്. ഇവിടെ ശ്രീ ബാലചന്ദ്രൻ സൂചിപ്പിച്ചു, 1952 ഓഗസ്റ്റ് 12-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി, അന്ന് പ്ലാനിംഗ് കമ്മീഷൻ്റെ കൂടി ചെയർമാൻ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് ഭാരത് സേവ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇവിടെ ആ ചരിത്രം ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരത് സേവ സമാജം ഉണ്ടായ ആ പഴയകാല ചരിത്രം പറഞ്ഞു. ഗോപാലകൃഷ്ണ ഗോഖലെ 1905 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം ഉണ്ടായ കാലഘട്ടമാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കുന്നവർക്കറിയാം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ, ആ വാക്കിൻ്റെ അർത്ഥവ്യാപ്തി എത്ര മണിക്കൂർ സംസാരിച്ചാലും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കൈയടക്കി വെച്ചിരുന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ മാസ്റ്റേഴ്സായി ഇന്ത്യയെ ഭരിക്കുക. നമ്മുടെ ഒന്നും വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയവരൊന്നുമല്ല. നമ്മുടെ രാജ്യത്തെ അവർ പിടിച്ചെടുത്തതാണ്. ആ കാലത്ത് അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ രാജ്യസേവനത്തിന്, രാഷ്ട്ര നിർമ്മാണത്തിനായി ഗോപാലകൃഷ്ണ ഗോഖലെ എത്ര വലിയൊരു വിഷണറി ആയിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ആ സംഘടനയുടെ പേര് സെർവൻസ് ഓഫ് ഇന്ത്യ. മാസ്റ്റർമാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ സേവകരായി ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്താൻ ഉണ്ടാക്കിയ വലിയൊരു പ്രതീകാത്മകമായ പേരാണത്. ആ സംഘടനയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ഗുൽസരലാൽ നന്ദ അദ്ദേഹം നൽകിയ ഒരു നോട്ടിലാണ് ഇങ്ങനെ, നമ്മുടെ പ്ലാനിംഗ് പ്രക്രിയ ജനപങ്കാളിത്തത്തോടു കൂടി വേണം. ജനങ്ങളുടെ മുഴുവൻ ശക്തിയും പിന്തുണയും സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീരുന്ന നമ്മുടെ പ്ലാനിംഗ് പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം വലിയ തോതിൽ ഉറപ്പുവരുത്തുക. അതുകൊണ്ട് ഒരു സന്നദ്ധ സംഘടന, സർക്കാർ ഇതര സന്നദ്ധ സംഘടന, ആ നിലയ്ക്കാണ് ഇതിന് രൂപം കൊടുക്കാൻ ഗുൽസരലാൽ നന്ദ വിഭാവന ചെയ്തത്. അത് പിന്നീട് 1951 ഇവരെ കൂടി തീരുമാനിച്ചു. 52 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണിത് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റ്, അതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള വസ്തുത, ഈ തീരുമാനത്തെ അപ്രൂവ് ചെയ്യുകയും ഈ സംഘടനയെ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിക്കുകയും.
ഇന്നിപ്പോൾ 73 വർഷം പിന്നിട്ടിരിക്കുന്നു. അത് ഇന്ത്യയിലെ ഈ പുരോഗതിക്കുള്ള പുരോഗമന രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചു. ഒരുപാട് മഹാരഥന്മാർ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും അതിന് നേതൃത്വം നൽകിയത് ബാലചന്ദ്രൻ ഇവിടെ അനുസ്മരിച്ചു. പക്ഷെ പിന്നീട് എന്ത് കാരണം കൊണ്ടാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ, അത് ഇന്ത്യ ഒട്ടാകെ ഒരു പഴയ സജീവാവസ്ഥയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്ക് പോയി. കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് മൃതപ്രായമായി പോയ ബാലസേവ സമാജത്തിന് പുതുജീവൻ നൽകി അതിനെ പടുത്തുയർത്തിയത് ശ്രീ ബാലചന്ദ്രനാണ്. അതിനാണ് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് അതിന് കിട്ടിയ അംഗീകാരമാണ് അതിൻ്റെ ദേശീയ ചെയർമാനായി അദ്ദേഹത്തെ ഉയർത്തപ്പെട്ടത്. വാസ്തവത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഗുൽസൻലാൽ നന്ദ, പഴയ ലിസ്റ്റ് നോക്കി അറിയാം. മഹാരഥന്മാർ അവർ വഹിച്ച ഒരു സ്ഥാനം, ഒരു കേരളീയൻ തൻ്റെ കർമ്മ കൊണ്ട് മാത്രം ബാലസേവൻ സമാജത്തിന് ഒരു പുതിയ ജീവൻ നൽകിയതിനുള്ള അവരുടെ അപ്രിസിയേഷനാണ് അവശേഷിച്ച അവസാനത്തെ ഈ ബാലസമാജത്തിൻ്റെ ഭാരവാഹികൾ അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ബാലസേവ സമാജത്തിന് മുമ്പ് ഞാൻ വളരെ മുമ്പേ ബാലചന്ദ്രന് മുമ്പ് ബന്ധപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ ബാലസേവ സമാജത്തിനെക്കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. തിരുവനന്തപുരത്ത് SME സ്കൂളിൽ SSLC 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് യുവജനോത്സവത്തിന് ഒരു നാടകം എടുക്കണം. ഞങ്ങളുടെ സ്കൂൾ അധ്യാപകർ ഒരുപാട് സാഹിത്യകാരന്മാരെ പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. നമ്മുടെ അധ്യാപകന്മാർ ഞങ്ങളോട് പറഞ്ഞു, അടൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു നാടകമുണ്ട്, ആ നാടകം നിങ്ങളൊന്ന് സംഘടിപ്പിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈകി വന്ന വെളിച്ചം അല്ലേ സാർ, അങ്ങനെയല്ലേ ആ നാടകം? അപ്പോൾ ഏകാംഗ നാടകമാണ് ഈ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ അവർ വിളിക്കുന്നത്. ഞങ്ങൾ ബോയ്സ് മാത്രമുള്ള സ്കൂളാണ്. ആ പുസ്തകം പോയി സംഘടിപ്പിച്ചു. അന്ന് എനിക്ക് അറിയാവുന്ന BSSൻ്റെ ഒരേ ഒരാൾ MM ജേക്കബ് സാറാണ്. ഈ പുസ്തകം സംഘടിപ്പിച്ച് ഞങ്ങൾ ആ നാടകം അഭിനയിച്ചു. ഞങ്ങൾക്ക് 2ാം സമ്മാനവും കിട്ടി. ഞാനും അതിൽ അഭിനയിച്ചതുകൊണ്ട്. അപ്പോഴാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച്, പിന്നീടാണ് അദ്ദേഹം ഈ ചിത്രരേഖ ഫിലിം സൊസൈറ്റി ഫിലിം രംഗത്തേക്കൊക്കെ വന്ന് ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ ശ്രമിച്ചപോലെ ലോകപ്രശസ്തനായ ചലച്ചിത്രകാരനായി മാറി. ബാലചന്ദ്രൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം BSSലായതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഈ വലിയ അംഗീകാരത്തിന് അഭിമാനിക്കാനുള്ള ആദ്യമുള്ള വക BSSനാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നതിനെ അദ്ദേഹം നിഷേധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നീട് വാസ്തവത്തിൽ ഞാൻ നമ്മുടെ MM ജേക്കബുമായുള്ള സഹകരണം, പിന്നീട് ഞാൻ ഈ മനോരമയുടെ കീഴിലുള്ള ബാലജനസഖ്യത്തിൻ്റെ പ്രസിഡൻ്റായപ്പോൾ MM ജേക്കബ് സാറുമായിട്ടുള്ള സഹകരണം വർദ്ധിച്ചു. ബാലജനസഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി കേരളം ഒട്ടുക്ക് പോകുമ്പോൾ BSSൻ്റെ പ്രമുഖരായിട്ടുള്ള ഭാരവാഹികൾ, ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് 1-2 പേരുകൾ. വൈക്കം ഷംസുദ്ദീൻ, ആലപ്പുഴയിലെ ഡോക്ടർ ഫിലിപ്പ് MO ഫിലിപ്പ്, ഇങ്ങനെ കുറേ ആളുകൾ, അവരെല്ലാം അന്ന് BSSൻ്റെ ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള ഓരോ ജില്ലയിലും നേതൃത്വം നൽകുക. അവർ എന്നോടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ട് BSSൻ്റെ യോഗങ്ങളിൽ വിളിച്ചു കൊണ്ടുപോവുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണാൻ എനിക്ക് അവസരം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഞാനിവിടെ പറഞ്ഞു, ബാലചന്ദ്രൻ ഞങ്ങൾ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഒരുമിച്ച് ഒരേ സംഘടനയിൽ പ്രവർത്തിച്ച് പരസ്പരം അന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരായി തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധം ഇന്നും തുടരുകയാണ്. അദ്ദേഹം ഈ സംഘടനയെ ഇങ്ങനെ പടുത്തുയർത്തുന്നതിൽ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഞാനും പല സന്ദർഭങ്ങളിലും ആ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് സഹായഹസ്തം നീട്ടി ഈ BSSനെ നിലനിർത്താനുള്ള പ്രവർത്തനത്തിൽ സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി BSSൻ്റെ എല്ലാ പരിപാടികളിലും നിങ്ങളെന്നെ കാണുന്നുണ്ടാവും. അതിന് കാരണം ബാലചന്ദ്രനുമായിട്ടുള്ള സഹകരണവും BSS നടത്തുന്ന പ്രവർത്തനങ്ങളിലുള്ള എൻ്റെ പ്രത്യേകമായ താല്പര്യവുമാണ്. അങ്ങനെ അദ്ദേഹം എന്നെ BSSൻ്റെ നാഷണൽ ബോർഡിൽ അംഗമായി ഉയർത്തി. അതുകൊണ്ടാണ് ഇന്ന് ഈ ജന്മദിന സന്ദേശം
നൽകാൻ എന്നെ നിയോഗിച്ചു. എന്തായാലും BSS ഇപ്പം ബഹുമുഖമായ പ്രവർത്തനമാണ്. ലക്ഷ്യം രാഷ്ട്രസേവ പുനർനിർമ്മാണത്തിന് ജനങ്ങളെ സഹകരിപ്പിക്കുക. താഴെ തലത്തിലുള്ള ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും കൊണ്ട് അത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായി, നീതി ആയോഗ് വന്നു. അതിനുശേഷം പ്ലാനിങ്ങിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പീപ്പിൾസ് പ്ലാനിങ് വന്നു, ഡീസെൻട്രലൈസേഷൻ ഓഫ് പ്ലാനിങ് ആയി. അതെല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും BSS രൂപീകരിച്ചപ്പോൾ അന്ന് ഉയർത്തിയ ആ മുദ്രാവാക്യത്തിന് പ്രസക്തി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ജനപങ്കാളിത്തത്തോടു കൂടി ഉള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അത് ഗവൺമെൻറ് ആയാലും അതുപോലുള്ള മറ്റ് പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി അവരുടെ സേവനം വിനിയോഗിക്കുക. അതാണിപ്പോൾ പല രൂപത്തിൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇവിടെ പറഞ്ഞല്ലോ, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെ തൊഴിലുണ്ടാക്കുക, ആളുകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, അവർക്ക് പലതരത്തിൽ ഒരുപാട് ഒരു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ അതെല്ലാമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ കൂടി കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് BSSൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ജാതി മത കക്ഷി വ്യത്യാസമില്ലാതെ, ഇതിന് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ നിലയിൽ കൊണ്ടുവരിക. ഞാൻ ദീർഘമായി പറയുന്നില്ല. അത് ഈ ജന്മദിന സന്ദേശം BSS ഉയർത്തിയ ആ യഥാർത്ഥ മുദ്രാവാക്യം, BSS ഉയർത്തിയ ആ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ശക്തിപ്പെടുത്താൻ ഇന്നത്തെ BSSൻ്റെ പ്രവർത്തകർ നിങ്ങൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായി വളരെ ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോവുകയും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിലും ഓരോ കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കും അതിൽ വലിയൊരു പങ്ക് വഹിക്കാനുള്ള നിങ്ങളുടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഈ ജന്മദിനത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BSS രൂപം കൊണ്ടപ്പോൾ ഒരു നാഷണൽ സോളിഡാരിറ്റി പ്ലഡ്ജ് അവരെടുത്തു, ഒരു പ്രതിജ്ഞ. 3-4 വാക്കേ ഉള്ളൂ. എന്നാലും ഏത് കാലഘട്ടത്തിലും അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെടുത്ത പ്രതിജ്ഞയാണ്. ഇപ്പോൾ വായിക്കുമ്പോൾ അറിയാം, ഇന്നും എന്നും നാളെയും നമ്മുടെ ജനങ്ങൾ എടുക്കേണ്ട പ്രതിജ്ഞയാണ്. ഞാനതൊന്ന് വായിക്കാം, ഇംഗ്ലീഷിലാണ്. I, as a citizen of India, affirm my faith in universal principle of civilized society, namely that differences should be settled by peaceful means, and I hereby pledge myself, having regard to the need for emotional integration among the people, never to resort to violence in any dispute relating to religious, linguistic, regional and other public issues. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ എന്താണ് യൂണിവേഴ്സൽ വിശ്വവ്യാപകമായിട്ടുള്ള ഒരു തത്വമാണ് എല്ലാ തരത്തിലുള്ള ഭിന്നതകളും സമാധാനപരമായി ശാന്തമായി പരിഹരിക്കുക. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത എന്ന് നമ്മൾ പറയുമ്പോൾ ഇമോഷണൽ ഇൻ്റഗ്രേഷൻ, എല്ലാ തരത്തിലുമുള്ള നമ്മുടെ ഇൻ്റഗ്രേഷൻ ഉദ്ഗ്രഥനം യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ അക്രമമാർഗത്തിലൂടെയല്ല പരിഹരിക്കേണ്ടത്. മറിച്ച് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും പരസ്പര സഹകരണത്തോടെ സമാധാനത്തോടെ പരിഹരിക്കണം. എന്തെല്ലാമാണ് നമ്മളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ? റിലീജിയസ്, മതപരമായ, ജാതീയമായ, ലിംഗ്വിസ്റ്റിക്, ഭാഷാപരമായ, റീജിയണൽ, പ്രാദേശികമായ, അങ്ങനെയുള്ള എല്ലാ പബ്ലിക് ഇഷ്യൂസും ഭിന്നതകൾ സമാധാനമായി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, ഇൻ്റഗ്രേഷൻ അത് യാഥാർത്ഥ്യമാക്കുക. അത് BSS പ്രവർത്തകരെടുത്ത ആ പ്രതിജ്ഞ ഇന്ന് നമ്മളെല്ലാവരും എന്നും എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിജ്ഞയാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നേറാൻ BSS പ്രവർത്തകർ
ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന് മാത്രമുള്ള സന്ദേശം, ഒരു ജന്മദിന സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.